അത് മറുനാടിൻ്റെ ഐശ്വര്യമാണ് തോന്നുന്നത്. ഭൂരിപക്ഷം ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജയിക്കും, ഒന്നാം സ്ഥാനത്തെത്തും, അതിനൊന്നും വേണ്ട. നമ്മളെ പത്മനാഭയിൽ വൈകുന്നേരം വരും കഴിക്കാൻ. വിഷുവിൻ്റെ അന്ന് എനിക്ക് വിളിച്ച് കൈ നീട്ടുമെന്ന് പറഞ്ഞു. ഇതുപോലെ ജയ എന്ന് വിളിക്കാനും ജയ അണ്ണ എന്ന് വിളിക്കാനും ജയൻ ചേട്ടാന്ന് വിളിക്കാനും എടാ ജയ എന്ന് വിളിക്കാനും സ്വാതന്ത്ര്യമുള്ള ആളാണ് ഞാൻ. ഇവിടുത്തെ ജനങ്ങൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. നമസ്കാരം. തലസ്ഥാനത്തെ സെൻട്രൽ മണ്ഡലത്തിലും എ ക്ലാസ് മത്സരം തന്നെയായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്. കാരണം 3 സ്ഥാനാർത്ഥികളും ഒപ്പത്തിനൊപ്പമുള്ള സ്ഥാനാർത്ഥികളാണ്. തിരുവനന്തപുരം സിറ്റി ജില്ല BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷനായ ശ്രീ കരമന ജയനാണ് NDA സ്ഥാനാർത്ഥി. UDFൻ്റെ സ്ഥാനാർത്ഥി ശ്രീ CP ജോണാണ്. അതുകൂടാതെ CPMൻ്റെ സ്ഥാനാർത്ഥി കരമന സുധീറുമാണ്. എന്തായാലും 3 മുഖങ്ങളും തിരുവനന്തപുരത്തുകാർക്ക് പുതിയതായി പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും തലസ്ഥാനത്തിൻ്റെ സെൻട്രൽ മണ്ഡലത്തിലും കടുത്ത ത്രികോണ പോര് തന്നെയായിരിക്കും നടക്കുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഈ ഒരു സാഹചര്യത്തിൽ NDAയുടെ സ്ഥാനാർത്ഥിയായ ശ്രീ കരമന ജയൻ തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. പ്രചരണം നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് എൻ്റെ കൂടെ ഞങ്ങൾ 1 തൊട്ട് 4 ഒന്നിച്ച് പഠിച്ച മോഹനാണ്. മോഹന കിള്ളിപ്പാലം സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഊണ് കഴിച്ച് ഓർമ്മണ്ട ചോറും നെയ്യും ഓർമ്മണ്ട അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. മോഹൻ ഇഷ്ടപ്പെട്ടാണ്. ഇവിടെ താമസം വീട് ഈ നേരക്കാരൻ്റെ വീട്. ഇഷ്ടം ചോറും നെയ്യും. ജയചന്ദ്രൻ നായർ എന്നാണ് എൻ്റെ യഥാർത്ഥ പേര്. അവ ഇപ്പോഴാണ് വിടുന്നത്. കരമന ഞാൻ പിന്നെ ആയത് മാറിയാണ്. എന്നും അവനെ അച്ഛൻ്റെ പേര് ചന്ദ്രശേഖരൻ നായർ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് എന്നും വരുന്ന സമയത്ത് മോൻ അവിടെ നിൽക്കും. മോൻ ഓട്ടോ ഡ്രൈവറാണ്. ഇറങ്ങി ഞാൻ വിഷ് ചെയ്തിട്ടേ പോകാറുള്ളൂ. എന്നും എനിക്ക് കാണുന്നു. തീർച്ചയായിട്ടും ശക്തി പ്രകടനമായിരുന്നു. ഈ നാടിനെ അറിയുന്ന ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു ആളാണ്. അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഉറപ്പുണ്ടാവും. പിന്നെ മനസ്സിലായ അതുകൊണ്ട് 100% വിജയ പ്രതീക്ഷ ഉറപ്പ്. ഭൂരിപക്ഷം ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജയിക്കും, ഒന്നാം സ്ഥാനത്തെത്തും, അതിനൊന്നും വേണ്ട. നമ്മൾ പ്രതികരണം എടുത്തതിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ട്. അത് മറുനാടിൻ്റെ ഐശ്വര്യമാണ് തോന്നുന്നത്. അമൽ വന്ന് കഴിഞ്ഞ ഉടൻ വന്നു അല്ലേ? 1 മണിക്കൂർ, അരമണിക്കൂർ ആയില്ല. അതൊരു ശുഭസൂചകമായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു പാർട്ടി തീരുമാനിക്കുമ്പോൾ സ്ഥാനാർത്ഥി. ഓക്കെ, ശരി, ഓക്കെ. ഇതുപോലെ ജയ എന്ന് വിളിക്കാനും ജയ അണ്ണ എന്ന് വിളിക്കാനും ജയൻ ചേട്ടാന്ന് വിളിക്കാനും എടാ ജയ എന്ന് വിളിക്കാനും സ്വാതന്ത്ര്യമുള്ള ആളാണ് ഞാൻ. ഇവിടുത്തെ ജനങ്ങൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. അതെ, അത് ഞാൻ പറഞ്ഞില്ലേ, അത് ജനങ്ങൾ നിശ്ചയിക്കട്ടെ. ഭൂരിപക്ഷമൊക്കെ നിശ്ചയിക്കുന്ന ജനങ്ങളാണ്. വലിയ സ്ഥല കൗൺസിലർ സൂര്യയ്ക്ക് അറിയാം എത്ര ഇവിടെ വലിയ സ്ഥല ഭൂരിപക്ഷം എനിക്ക് ഉണ്ടാക്കി തരണോ. ആ രീതിയിൽ പ്രവർത്തിച്ച് സൂര്യയും ഇവിടുത്തെ ഏരിയ പ്രസിഡന്റ് ബിനുവും അവർ പറഞ്ഞിട്ടുണ്ട്, ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് 1ാം സ്ഥാനത്തെത്തും. ഇതേ ഞാൻ പറയുന്നുള്ളൂ. ഭൂരിപക്ഷം എത്രയെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇവർ തീരുമാനിക്കട്ടെ. ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരെല്ലാം വലിയ ശാലയിലുള്ള വോട്ട് തീർച്ചയായിട്ടും എന്തായാലും വലിയ വിജയപ്രതീക്ഷയിലാണ് ശ്രീ കരമന ജയൻ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഭൂരിപക്ഷത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്താണ് അത് ശരി. അപ്പോൾ ഒന്നിച്ച് പഠിച്ച ഒരുപാട് സുഹൃത്തുക്കളെ നിലവിലിപ്പോൾ ഇവിടെ പൊങ്കാല നടക്കുകയാണ്. അതെ, എല്ലാവരും ജയണ്ണൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഭൂരിപക്ഷത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്തായാലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതെ 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 കപ്പയും കടുവറുത്ത് എനിക്ക് ഇഷ്ടമെന്നുള്ളത് അല്ലേ? പറയും ഏറ്റവും ഇഷ്ടം കപ്പ കടുവറുത്തത് മുളക് ചമ്മന്തിയാ. നമ്മളെ പത്മനാഭയിൽ വൈകുന്നേരം വരും കഴിക്കാൻ. വിഷുവിൻ്റെ അന്ന് എനിക്ക് വിളിച്ച് കൈ നീട്ടുമെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പേ ഞാൻ സ്ഥാനാർത്ഥിയായിട്ടില്ല. സ്നേഹവും സൗഹൃദവും സാഹോദര്യവും ഒക്കെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതിൻ്റെ അംഗീകാരം ഇവിടെ ജനങ്ങൾ തരും. ഞാൻ ജനിച്ച മണ്ണാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണിൽ. ജയനത്തിന് എൻ്റെ മോൻ വലിയ BJP-കാരൻ, ഇവർക്ക് അറിയാം. സ്ഥാനാർത്ഥിയുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നാട്ടുകാരാണ് എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. എന്തായാലും എല്ലാവിധ ഞാൻ ചെയർമാൻ ട്രസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഇഫ്താർ അതെ, അതിനെല്ലാം മുഴുവൻ ചുക്കാൻ പിടിക്കുന്നത് ഐശ്വര്യമാണ്. എല്ലാം കൂടെയുള്ളവർ തന്നെയാണ് ഈ മണ്ഡലത്തിലുള്ളത്. എന്തായാലും അതെ അതെ എല്ലാവരും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും ഉള്ള നമസ്കാരം.
ഓക്കെ, ഇതാണ് ഒരു കുടുംബത്തെ കണ്ടതുപോലെയാണ്. അതായത് നിരവധി ദിവസങ്ങളായി, വർഷങ്ങളായി തമ്പാനൂർ കേന്ദ്രീകരിച്ച് അദ്ദേഹം എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും മുൻപിൽ നിൽക്കുന്ന ഒരാളാണ്. BJPയുടെ പരിപാടിക്കെല്ലാം തന്നെ. അതുകൂടാതെ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ തലസ്ഥാനത്ത് മുഴുവനായി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം. നേരിൽ കണ്ട് നിരവധി പരിപാടികൾക്കും സമരങ്ങൾക്കുമെല്ലാം തന്നെ അദ്ദേഹം ഒപ്പം ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ പലവട്ടം ഞാൻ പറയാൻ ശ്രമിച്ചിരുന്നു, ഭൂരിപക്ഷത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്തായാലും വലിയ ഭൂരിപക്ഷം തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് BJP സംസ്ഥാന നേതൃത്വം നമ്മളോട് വ്യക്തമാക്കുന്നത്. അതുകൂടാതെ അദ്ദേഹം ഇക്കഴിഞ്ഞ ദിവസം കരമന ജയൻ നമ്മളോട് വ്യക്തമാക്കിയത് 4 MLA-മാരുടെ, അതായത് തലസ്ഥാനത്തുള്ള 4 മണ്ഡലങ്ങളിലുള്ള 4 MLA-മാരുടെ വാഹനം BJPയുടെ സംസ്ഥാന ഓഫീസിൻ്റെ മുൻപിലേക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി എത്തിച്ചേരും എന്നുള്ളതാണ്. എന്തായാലും വളരെ വലിയ വിജയപ്രതീക്ഷയാണ് BJP ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെച്ച് പുലർത്തുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.